മേക്കിംഗ് വിഷ്വൽ എഫക്ട്സ് വളരെ മോശമാണ്. അത് പറയാതിരിക്കാം. ഐമാക്സിലൊക്കെ ഇറക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉറപ്പായിട്ടും ഫസ്റ്റിനും 100% തൊലയ്ക്കാവുന്നതല്ല, 100% തൊലച്ച് കൂലി ഇത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു നിരാശ കണ്ടാണ് ഇത് കണ്ടത്. ഇത് കണ്ടപ്പോൾ അതിനേക്കാൾ ദുരന്തം. അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് വില്ലനെ അവസാനം ഹീറോ ആക്കി. NTRന്റെ ഒരു ഇൻട്രോ സീനുണ്ട്, അത് നമ്മൾ ചിരിച്ചിരിച്ച് മരിക്കും ആദ്യമായിട്ട് കാണിക്കുന്ന. ശരിക്കും ഒരു പക്ക നമ്മളെ ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമ കാണുന്ന ആ ഒരു ഫീലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അത്യാവശ്യം കത്തിയായിരുന്നു, ഒരു കൺവിൻസിങ് ആയിട്ടില്ല. അതൊക്കെ മിക്കവാറും ട്രോൾ മെറ്റീരിയൽ ആവാൻ വരെ ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ സ്റ്റൺസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അനാവശ്യമായിട്ട് ആ ലൈനിൽ കൊണ്ടുപോകണം. അനാവശ്യമായിട്ട് ഡ്രാമയും കണ്ണീരും ഇമോഷൻസും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊതുവായിട്ട് സ്റ്റൺസ് കൊള്ളാം, അത് ഓക്കെ. അല്ലാണ്ട് 3 മണിക്കൂർ 3 സ്റ്റൺസും ഉണ്ട്, അത് കൊള്ളാം. 3 സ്റ്റൺസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് വില്ലനെ അവസാനം ഹീറോ ആക്കി. അസഹനീയം എന്നാണെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ തെലുങ്ക് സിനിമയിലൊക്കെ കാണിക്കില്ല, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിച്ച് നായകനെ അങ്ങ് കാണിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വെടിവെച്ചിട്ട് 100 വെടി കൊണ്ടിട്ടും തിരിച്ച് എണീറ്റ് വരുന്ന നായകൻ അമ്മാതിരി കാര്യങ്ങളാണ് കാണിച്ചത്. പിന്നെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഋത്തിക് റോഷനാണ്. പുള്ളി ഭംഗിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ. പിന്നെ ഈ NTRനെ കാണിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെലുങ്ക് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ആവശ്യമില്ല അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വിഷ്വൽ എഫക്റ്റ്, അത് വിഷ്വൽ എഫക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ NTRന്റെ ഒരു ഇൻട്രോ സീനുണ്ട്, അത് നമ്മൾ ചിരിച്ചിരിച്ച് മരിക്കും ആദ്യമായിട്ട് കാണിക്കുന്ന. വിമാനത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നൊക്കെ വരുന്ന സീൻ, അത് ഒരു ശരിക്കും ഒരു പക്ക നമ്മളെ ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമ കാണുന്ന ആ ഒരു ഫീലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പഴയ വാർ സിനിമ സൂപ്പറായിരുന്നു. ഇത് പഴയ വാറിനെ നമ്മൾ വെറുത്തു പോകുന്ന രീതിയിലാണ് ഈ വാർ 2 ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഒരു വല്ലാത്ത ഒരു പക്ക ഒരു തെലുങ്ക് സിനിമ കാണുന്ന എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം കാണുന്ന എഫക്റ്റ് സിനിമ കാണുമ്പോൾ ഉള്ളൂ. വാർ കുഴപ്പമില്ല, കുറച്ച് ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ലോജിക്കലി ഇതൊക്കെ പോസിബിൾ ആണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം നമുക്ക് ഉണ്ടായേക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഈ സിനിമ ഇങ്ങനെയാണ് തുടക്കത്തിൽ അവർ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഒരു ഇതാണ് സംഭവം. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട് കഥ. ഇടയ്ക്കൊക്കെ തോന്നലുണ്ടാവാം ഇനി അല്ലെങ്കിൽ ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് കണ്ടിരുന്നാലും കുഴപ്പമില്ല. അത് അങ്ങനെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. കാരണം കുറേ കത്തി സീനുകളെന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്നാൽ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ എന്നൊക്കെ തോന്നിപ്പോവും. എന്നാലും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കും. അതിനേക്കാളും ആക്ഷൻ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു വാർ ഫസ്റ്റിനേക്കാൾ വളരെ മോശമാണ് 2. കാരണം നമുക്ക് സഹിച്ചിരിക്കുന്ന ഒരു പരിധിയുണ്ടല്ലോ. നമ്മൾ 3 മണിക്കൂർ കണ്ടിരുന്നതിനാണ് ഏറ്റവും വലിയ വാർ. അതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും പറയാനില്ല. NTRനെയൊക്കെ കൊണ്ടുവന്ന് ഒരുമാതിരിയാക്കി എന്തിനോ വേണ്ടി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഉറപ്പായിട്ടും ഫസ്റ്റിനും 100% തൊലയ്ക്കാവുന്നതല്ല, 100% തൊലച്ച് കൂലി ഇത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു നിരാശ കണ്ടാണ് ഇത് കണ്ടത്. ഇത് കണ്ടപ്പോൾ അതിനേക്കാൾ ദുരന്തം. രണ്ടും കേട്ട അവസ്ഥയിൽ പോയി. ഉറപ്പായിട്ടും എതിരാളിയാവുമെന്ന് വിചാരിച്ചില്ല. എന്നിരുന്നാലും വാറല്ലേ, വാറണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടമല്ല, ഒരു ആവറേജ് റെസ്പോൺസേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് വന്നപ്പോൾ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഒന്നുമില്ല, സ്ഥിരം സാധനം പേര് മാറ്റിയിട്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മരിക്കുന്നു, എണീറ്റ് വരുന്നു, കൊല്ലുത്. എന്താണെന്ന് മനസ്സിലാവില്ല. അത് നിർത്തിയാൽ അത്രയും നല്ലത്. വാറ് ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത ആവറേജ് ആണ്. ഫസ്റ്റിൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. സ്റ്റോറി ലൈനൊക്കെ കുഴപ്പമില്ല. ലോജിക്ക് പരമായിട്ട് നോക്കുന്നവർക്ക് കുറച്ച് ഇഷ്യൂസ് തോന്നും. ലോജിക്ക് പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലോജിക്കൊക്കെ മാറ്റി വെച്ച് കാണുകയാണെങ്കിൽ ഓക്കെ ആയിട്ട് തോന്നും. ആവറേജ് പടം, ഫസ്റ്റിൻ്റെ അത്ര ഒത്തിട്ടില്ല. പിന്നെ പെർഫോമൻസ് ഏറ്റവും നന്നായിരിക്കുന്ന ഹൃത്തിക് റോഷൻ തന്നെയാണ്. ജൂനിയർ NTR പുള്ളി പറ്റും പോലൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട്. ഏറ്റവും നന്നായിരിക്കുന്ന ഹൃത്തിക് തന്നെയാണ്. മേക്കിംഗ് കുഴപ്പമില്ല. ഫസ്റ്റിൻ്റെ അത്രയൊന്നും ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റിൻ്റെ അത്രയും തോന്നിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇത് കാണുന്നതാവും നല്ലത്. കാരണം കുറച്ച് പോർഷൻസൊക്കെ റെഫറൻസ് വരുന്നുണ്ട് ഫസ്റ്റിൽ നിന്ന്. അപ്പോൾ അത് കണ്ടില്ലെങ്കിലും സ്റ്റോറി മനസ്സിലാവും. എങ്കിലും ഫസ്റ്റ് കണ്ടിട്ട് കണ്ടാൽ അത്രയും നല്ലത്. കുറച്ച് റെഫറൻസ് ഒക്കെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൻ്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് കുഴപ്പമില്ല, നൈസായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. എന്തായിരുന്നു സത്യം പറയുകയാണെങ്കിൽ വൈറസ് പൈനേഴ്സിൻ്റെ എല്ലാ പടങ്ങളൊന്നും അത്രയ്ക്ക് ഗംഭീരമൊന്നുമല്ല. ആണ്ടി ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്നത്. പക്ഷേ എൻജോയബിൾ ആയിരുന്നു. ഹൃത്തിക് റോഷനും ജൂനിയർ NTRയുടെ കോമ്പിനേഷൻ സീക്വൻസസ് ആയിരുന്നു ഏറ്റവും നല്ലത്. ജൂനിയർ NTR ഒരു ടെമ്പറിൻ്റെ അത് പിടിച്ചാണ്, ആ ഒരു പിച്ചാണ് ആൾക്ക്, അത് നല്ലപോലെ സൂട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പിന്നെ അവരുടെ രണ്ടുകൂടെ കോമ്പിനേഷൻ സീക്വൻസ് ആയിരുന്നു ഏറ്റവും നല്ലത്. വേറെ ഒന്നും അങ്ങനെ, വേറെ കഥയൊക്കെ വളരെ ടിപ്പിക്കലാണ്. പക്ഷെ കണ്ടിരിക്കാം. ഇല്ലല്ല, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഏകദേശം ഒരേ പേസിൽ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിലൊരു എന്തായിരുന്നൊരു സസ്പെൻസ് സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് വളരെ നോർമലായിട്ട് തന്നെ പോകണം. ഇല്ലല്ല, ഫസ്റ്റ് പാർട്ട് തന്നെ ഒരു ആവറേജ് രീതിയായിരുന്നു. ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണ്. എൻജോയബിൾ ആണ്. ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. മേക്കിംഗ് വിഷ്വൽ എഫക്ട്സ് വളരെ മോശമാണ്. അത് പറയാതിരിക്കാം. ഐമാക്സിലൊക്കെ ഇറക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കണ്ടിരിക്കാം. ഒരു എൻജോയബിൾ പടമാണ്. എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ട്.
വാറ് എനിക്ക് ഫസ്റ്റിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കൂലി കണ്ടിട്ട് ഇത് കണ്ട അതിനെക്കാട്ടി ഭേദമായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ. എന്നാലും കുറേ പ്രശ്നങ്ങളുണ്ട്. നശിപ്പിക്കാനല്ല, അവരുടെ കഥയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, തിരക്കേടില്ല, ഭയങ്കര വലിയ കഥയൊന്നുമല്ല. എന്നാലും ജൂനിയർ എൻടിആറിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ഫൂട്ടിംഗ് ഉള്ള ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. ഋത്തിക്കിന് ഈക്വലായിട്ട് ആ റോൾ എഴുതിയേക്കുന്നത്. മേക്കിങ്ങിൽ ഗ്രീൻ മാറ്റ് വെച്ച് കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഫ്ലൈറ്റിൻ്റെ മുകളിലും മറ്റേ ഇതിൻ്റെ പുറത്തുമൊക്കെ. അതൊക്കെ അത്യാവശ്യം കത്തിയായിരുന്നു, ഒരു കൺവിൻസിങ് ആയിട്ടില്ല. ആക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഒരു ഗ്രാൻഡ്യറും കാര്യങ്ങളും ഉണ്ട്. ആക്ഷനിലും ഋത്തിക്കിൻ്റെ ഫസ്റ്റ് ഫൈറ്റ് കൊള്ളായിരുന്നു, എൻട്രി ഫൈറ്റ് കൊള്ളായിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് ഫൈറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവർ ഈ മറ്റേ സ്പീഡ് ബോട്ടിലും മറ്റേ ഇതിൻ്റെ പുറത്തൊക്കെ ഉള്ള കുറേ ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ മിക്കവാറും ട്രോൾ മെറ്റീരിയൽ ആവാൻ വരെ ചാൻസ് ഉണ്ട്.